നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഹൃദയത്തിൽ നിന്നും സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായി അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ഈ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് രാജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിത യാത്രയിൽ നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനത്തെ നിവാരണം ചെയ്തിട്ട് കൂടുതൽ ജ്ഞാനത്തോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ജ്ഞാനാഗ്നി അറിവില്ലായ്മയെ ഭസ്മമാക്കി കളയുന്നതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഈ ജ്ഞാനാഗ്നിയാണ് ഹാർട്ട്ഫുൾനെസ്സിന്റെ ബേസിസ്. പ്രാണാഹുതി, അഗ്നി എന്നുള്ളത് ഒരു പദമാണ്. ശരിക്കും ഇറ്റ് ഇസ് എ ഫോഴ്സ്ലെസ് ഫോഴ്സ്. അറിവിന്റെ സ്രോതസ്സായിട്ടുള്ള അബ്സല്യൂട്ടിൽ നിന്നും ഒഴുകുന്ന പ്രാണാഹുതി നമ്മളിലേക്ക് ഒഴുകി വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാന തിമിരം, അതെന്താണ് അജ്ഞാന തിമിരം എന്ന് പറഞ്ഞാൽ നമ്മൾ താണ്ടി വന്നിട്ടുള്ള സബ് കോൺഷ്യസ്നെസ്. ഞാൻ നിൽക്കുന്ന ഈ സ്റ്റേറ്റിന്റെ താഴെയുള്ള ഞാൻ പ്രവർത്തിക്കുന്നത് ആ സബ് കോൺഷ്യസിന്റെ തലത്തിൽ നിന്ന് അറിയുന്നതാണ്. എന്ത് നമ്മൾ നോക്കിയാലും അതൊക്കെ സബ് കോൺഷ്യസ് ആണ്, പാസ്റ്റ് ആണ്. നമ്മുടെ ട്രഡീഷൻ ആയാലും നമ്മുടെ സയൻസ് ആയാലും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ ഉള്ളിലുണ്ട്. അതെന്നാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മൾ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറഞ്ഞാലും എവിഡൻസ് എന്ന് പറഞ്ഞാലും ഒക്കെ പാസ്റ്റ് എന്നാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ സബ് കോൺഷ്യസിലേക്കുള്ള അറിവ് എങ്ങനെ കടന്നു വന്നു? ഞാൻ എന്നുള്ള ഈ ഭാവം ഒരു സമർപ്പിച്ച സമയത്ത് മുകളിൽ നിന്നും ഒഴുകി വന്നു. ഇതിനാണ് സൂപ്പർ കോൺഷ്യസ് വന്നത്. അപ്പൊ എല്ലാ അറിവും സൂപ്പർ കോൺഷ്യസ്. നമ്മുടെ മുകളിൽ അറിവിന്റെ ഒരു വലിയൊരു ഇൻഫിനിറ്റ് സ്രോതസ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഞാൻ സബ്ലിമേറ്റഡ് ആയിട്ടുള്ള അവസരങ്ങളിൽ ലഭിച്ചിട്ടുള്ളതാണ് ഈ അറിവ്. അതിപ്പോ ഐൻസ്റ്റീനിലൂടെ ആയാലും ന്യൂട്ടനിലൂടെ ആയാലും നമ്മുടെ ഋഷിവര്യന്മാരിലൂടെ ആയാലും മാഡം ക്യൂറി ആയാലും അലക്സാണ്ടർ ഫ്ലെമിങ്ങിലൂടെ ആയാലും ആരായാലും അവരെല്ലാം എൻ്റെ ഭാവങ്ങളാണ്, എൻ്റെ സബ്ലിമേറ്റഡ് ഭാവങ്ങളാണ്.
അത് ലഭിച്ച ഉടനെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഉള്ള രീതിയിൽ അങ്ങോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. എന്തറിവ് ലഭിച്ചാലും നമ്മൾ നമ്മുടെ ജീവിതത്തെ വിടാൻ തയ്യാറല്ല. കമ്പ്യൂട്ടർ കിട്ടി, നമ്മൾ നമ്മുടെ രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങും. സോഷ്യൽ മീഡിയ നമ്മൾ നമ്മുടെ രീതിയിൽ, നമ്മുടെ പാസ്റ്റിന്, നമ്മുടെ പ്രജുഡിസസിനെ കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. അതെന്തുകൊണ്ടാണ്? കാരണം ഇതുവരെ നമ്മൾ നേടിയിട്ടുള്ള അറിവിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്തിട്ടില്ല, അതിനെ ശരിയായിട്ട് അറിവാക്കി മാറ്റിയിട്ടില്ല. അപ്പൊ ഹാർട്ട്ഫുൾനെസ് തുടങ്ങുന്നത് അതിനെ പ്യൂരിഫൈ ചെയ്യുന്നത്. അതാണ് നമ്മൾ ക്ലീനിങ്ങിലൂടെ ചെയ്യുന്നത്. പരിശുദ്ധീകരിക്കുക, അൺവൈൻഡ് ചെയ്തിട്ട് അതിനെ ഗ്ലോ ചെയ്യിപ്പിക്കുക. അതാണ് ചക്രങ്ങളെ ഗ്ലോ ചെയ്യുക. നമ്മൾ ടോട്ടലായിട്ട് നോളജബിൾ ആവുക. എന്നിട്ട് ഈ സൂപ്പർ കോൺഷ്യസ് എന്ന് വരുന്ന അറിവിനെ ഉപയോഗിക്കാനുള്ള ആ കഴിവ് നേടുക. അപ്പൊ സ്പിരിച്വാലിറ്റിയുടെ ബേസിസ് ഈ തരത്തിലുള്ള ശുദ്ധീകരണമാണ്. ശരിക്കും ഒരു ശുദ്ധീകരണം അല്ല ആ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും നമ്മളൊരു റിജുവിനേഷനാണ്. നമ്മൾ കൂടുതൽ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുന്നു. റെഗുലറായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ഹയർ നോളജ് യൂസ് ചെയ്യാൻ, നല്ല രീതിയിൽ ഉപയോഗിക്കാൻ, ലോക നന്മയ്ക്ക് വേണ്ടി നിസ്വാർത്ഥമായിട്ട് ഉപയോഗിക്കാനുള്ള കഴിവ് നേടുന്നു. അപ്പൊ സൈമൾട്ടേനിയസ് ആയിട്ട് ഇത് ഉപയോഗിക്കും വേണം എന്നുള്ളത് അതൊന്ന് മനസ്സിലാക്കാം. അപ്പൊ ഡിസ്ട്രക്ഷൻ ശരിക്കും സംഭവിക്കുന്നില്ല, നമ്മളെ ശരിക്കുള്ള ഒറിജിനൽ നോളജിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത് എന്ന് സ്വാമി വിവേകാനന്ദ പറഞ്ഞത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ അങ്ങനെ ലഭിച്ചിട്ടുള്ള അറിവ് യൂട്ടിലൈസ് ചെയ്യണം. അതിനാണ് കൺസ്ട്രക്റ്റീവ് വർക്ക് എന്നത്. പ്യൂരിഫൈഡ് ആയി ഞാൻ കൺസ്ട്രക്റ്റീവ് ആണ്. നമ്മളത് നമ്മുടെ ഉള്ളിൽ ഡൈജസ്റ്റ് ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്യണം. അപ്പൊ അതിന്റെ ഇനീഷ്യൽ സ്റ്റെപ്പാണ് മെഡിറ്റേഷൻ. മനസ്സ് കണക്ട് ചെയ്യണം, നമ്മുടെ യഥാർത്ഥ സ്രോതസ്സുമായിട്ട് കണക്ട് ചെയ്യണം. അതെങ്ങനെ? പ്രാർത്ഥനാഭാവത്തിൽ കണക്ട് ചെയ്യണം. ആ കണക്ഷൻ ശരിക്കും ലഭിക്കണം എന്നുണ്ടെങ്കിൽ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് വേണം. അപ്പോഴേ മനസ്സിന് ഈ പേഴ്സണാലിറ്റീസിലൂടെ താണ്ടിയിട്ട് ആ സോഴ്സിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ണടച്ചിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത് വീണ്ടും സബ് കോൺഷ്യസുള്ള ഈ അറിവുകളുടെ മുകളിലായിരിക്കും. അതുകൊണ്ടാണ് ഇൻട്രോഡക്റ്റീവ് സിറ്റിങ്സ് ആവശ്യം വരുന്നത്. എന്നെങ്കിൽ മാത്രമേ ഈ മെഡിറ്റേഷൻ ധ്യാനമായിട്ട് മാറും. ധ്യാനം എന്നുള്ള ധീയിലും മുകളിലുള്ള യാനം എന്ന് ദാജി ഡിഫൈൻ ചെയ്തു. ഒറിജിനലായിട്ട് പ്യൂർ ആയിട്ടുള്ള ധ്യാനം ധീയിലുള്ള എന്ന വെഹിക്കിള് മുകളിലേക്ക് വരിക, എന്നിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ എപ്പോഴും ഒരു ശുദ്ധീകരണം ഉണ്ട്. അതിനുശേഷമാണ് ഈ മെഡിറ്റേഷൻ നടക്കുന്നത്. ഒരു മണ്ണെണ്ണ നിറച്ച ഒരു പാത്രത്തിൽ പാല് നിറയ്ക്കുന്ന പോലെ എന്നാണ് ചാരുജി മഹാരാജ് പറഞ്ഞത്. പാത്രം കഴുകി വൃത്തിയായാലും അത് ശരിക്കുള്ള പാലാവുള്ളൂ, അല്ലെങ്കിൽ പാല് മിക്സ് ചെയ്യും, എന്നിട്ട് അത് കേടുവരും. അതുപോലെ തന്നെ നമ്മൾ ക്ലീനിങ് ഇല്ലാതെ മെഡിറ്റേറ്റ് ചെയ്താൽ നമ്മളെ ഓൾറെഡി ഉള്ള നോളജിന്റെ മുകളിൽ നമ്മൾ കണക്ട് ചെയ്തിട്ട് അത് ദുരുപയോഗപ്പെടുത്തും. ഒരു കള്ളൻ നല്ലൊരു കള്ളനായി മാറും. നമുക്ക് രാവണന്റെ കഥ ദാജി ഈ തരത്തിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ കണ്ടതാണ്. കുണ്ടലിനിയെ കുറിച്ചിട്ട് ഒരു ചോദ്യം വരികയാണ്. അപ്പൊ ദാജി പറയാണ്, ഭഗവാൻ ശ്രീരാമനെയും ഭഗവാൻ ശ്രീരാമനെയും രാവണനെയും കമ്പയർ ചെയ്തു, രണ്ടുപേരെയും കുണ്ടലിനി അറിയിക്കേണ്ടതാണ്. പക്ഷെ ഡിഫറൻസും. ഇതാണ് ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷന്റെ പ്രാധാന്യം. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്ത് ഉള്ളിലേക്ക് കണക്ട് ചെയ്തിട്ട് ആ കണക്ഷൻ നിലനിർത്തിക്കൊണ്ട്, ഹൃദയത്തിൽ നിന്നുള്ള കണക്ഷൻ നിലനിർത്തിയിട്ട് നമ്മളുടെ ഈ പൂർവ്വ സംസ്കാരങ്ങൾ, പ്രജുഡിസസ് ബാധിക്കാതെ നമുക്ക് സെൽഫ്ലെസ് ആയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ അത് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം തന്നെയായിട്ട് മാറും. മഹാത്മാഗാന്ധിജിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ്. ഇവിടെ ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങൾ, പൊല്യൂഷന്റെ പ്രശ്നങ്ങൾ, നമ്മുടെ രാജ്യത്തിന് സാനിറ്റേഷൻ ഇല്ല. അതാണ് ഗാന്ധിജി കണ്ടെത്തിയത്. എത്ര അറിവ് ലഭിച്ചാലും ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ല. നമ്മൾ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ടോയ്ലറ്റ്സ് ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അതുമാതിരി ഗട്ടറൊക്കെ തുറന്നു കിടക്കുന്നു, കൊതുകൾ പറന്നു കിടക്കുന്നു, കൈ വാഷ് ചെയ്യാതെ ഭക്ഷണം കഴിക്കുന്നു, വെള്ളത്തിൽ വൃത്തിയില്ല, ഭക്ഷണത്തിന് വൃത്തിയില്ല. കാരണം ക്ലെൻലിനെസ്സിന് പ്രാധാന്യം നമുക്കില്ല. നമ്മളൊരു വീട്ടിൽ കയറി ചെന്നാൽ ഫ്രണ്ടൊക്കെ നല്ല വൃത്തിയായി, ടോയ്ലറ്റിൽ കയറാൻ പറ്റില്ല, ഒരു വൃത്തി ഉണ്ടാവില്ല, അടുക്കളയ്ക്ക് വൃത്തി ഉണ്ടാവില്ല, പാത്രങ്ങൾ. അപ്പോൾ മഹാത്മാഗാന്ധിജി സാനിറ്റേഷൻ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, ശരിയായിട്ടുള്ള എഡ്യൂക്കേഷൻ എല്ലാവർക്കും വന്നു ചേരണം. അപ്പോൾ വെറുതെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല, ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ വേണം. മഹാത്മാഗാന്ധി ഒരുപാട് സ്റ്റെപ്സ് അതിൽ പറയുന്നുണ്ട്. പലതും അന്ന് മനസ്സിലാവാതെ കോൺട്രവേഴ്ഷ്യൽ ആണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എത്ര ഹയർ ലെവലിൽ നിന്നാണ് അത് മനസ്സിലാക്കിയത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. അപ്പൊ ഇങ്ങനെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളും ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തണം. മഹാത്മാഗാന്ധിജിയെ പോലെയുള്ള മഹാന്മാർ
അവർ നിസ്വാർത്ഥ തലത്തിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ കണ്ടിരുന്നത്. അപ്പോൾ ആ നിസ്വാർത്ഥ തലത്തിൽ നമുക്ക് കാണാനുള്ള കഴിവുണ്ടാവും. അതിനാണ് മെഡിറ്റേഷൻ ചെയ്യണമെന്നത്. ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എല്ലാവരും നന്മയ്ക്ക്, എല്ലാവരും നന്മയില്ലേ എൻ്റെ നന്മയുള്ളൂ, വേറെ നന്മയില്ല. അപ്പോൾ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം തുടങ്ങുന്നത് എൻ്റെ ഉള്ളിൽ നിന്നാണ്. ഞാൻ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും എൻ്റെ ഉള്ളിലുള്ള എൻ്റെ മാസ്റ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഞാൻ ആരംഭിക്കുള്ളൂ എന്നുള്ള സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തണം. അതുകൊണ്ടാണ് ഹാർട്ട്ഫുൾനെസ് ഇതിന് ഊന്നൽ നൽകുക. എന്ത് ചെയ്യുമ്പോഴും ഹൃദയത്തിൽ ശ്രദ്ധിക്കുക. ഹൃദയത്തേക്ക് ശ്രദ്ധിക്കാനുള്ള കഴിവുണ്ടാവണമെങ്കിൽ തന്നെ നമ്മൾ റെഗുലർ ആയിട്ടുള്ള സാധന ചെയ്യണം. റെഗുലറായിട്ട് സാധനയെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ശരിക്കും ശരിയായി നടക്കില്ല. റെഗുലറായിട്ട് സാധന വേണം. പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് മാത്രം കൺവേ ചെയ്യുന്ന ഗ്രൂപ്പ് സിറ്റിങ്സ്, ഗ്രൂപ്പ് മെഡിറ്റേഷൻസ് വേണം. ഗ്രൂപ്പ് മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് സത്സംഗങ്ങൾ. സത്സംഗമാണ് മനുഷ്യനെ മാറ്റുന്നത്. സത്സംഗ സംഘാത് അനിലസ്യ സേവ്യോ, ദുസ്സംഗ സംഘാത് അനിലസ്സ ദൂഷ്യോ, സത്സംഗജാത് സംഘധ്വജായ ദോഷഗുണാഭവന്തി. ദോഷവും ഗുണവും ഉണ്ടാവുന്നത് സംഘത്തിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. നല്ല സംഘത്തിലൂടെ നമുക്ക് നല്ല ഫലങ്ങൾ വരുന്നു. കാറ്റിനായിട്ട് ഉപയോഗിച്ചിട്ട്, കാറ്റ് ചാണകത്തിന്റെ മോട് കൊടുക്കുമ്പോൾ ചാണകത്തിന്റെ വാസന വരുന്നു. പൂക്കളുടെ മുകളിലേക്ക് പോകുന്നു, പൂക്കളുടെ വാസന വരുന്നു. അതുപോലെ മനസ്സ് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള തലത്തിലേക്ക് കണക്ട് ആകുമ്പോൾ പതുക്കെ 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 പോസിറ്റീവ് ആവും. അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യണം. ഹാർട്ട്ഫുൾനെസ് അതിന് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. നമ്മൾ തുടങ്ങേണ്ടത് നമ്മളിൽ നിന്നാണ് എന്നുള്ളത് നമ്മുടെ മാസ്റ്റേഴ്സ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിനെ പറ്റി കൂടുതൽ പറയാം. നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് അതൊക്കെ. എല്ലാവരും വീണ്ടും ഹാർട്ട്ഫുൾനെസ് സിസ്റ്റത്തിലേക്ക് വെൽക്കം ചെയ്യുന്നു. അടുത്ത സെഷൻ്റെ വരെ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.